വയറിൻ്റെയും അതുപോലെ തന്നെ കുടലിൻ്റെയും ഒക്കെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് അവർ ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് യോഗട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമിതമായിട്ട് ഷുഗറുള്ള ഭക്ഷണങ്ങൾ ഒക്കെ നമ്മൾ കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അമിതമായിട്ട് ഫാറ്റ്, അതുപോലെ തന്നെ അമിതമായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ കുടലിൻ്റെ ഹെൽത്തിനെയും അതുപോലെ തന്നെ നീർക്കെട്ട് ഉണ്ടാകുന്നതിനെയൊക്കെ തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ ധാരാളമായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലേക്കുള്ള ന്യൂട്രിയൻസിൻ്റെ ആഗിരണമൊക്കെ കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അതുപോലെ തന്നെയാണ് അവർ ഉറക്കത്തിൻ്റെ പാറ്റേൺ ഒരു മിനിമം ഒരു 8 hours അല്ലെങ്കിൽ ഒരു 6 to 8 hours ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഒരു റെഗുലറായിട്ടുള്ള ഒരു എക്സസൈസ് ജീവിതശൈലിയുടെ ഭാഗമാക്കി മാറ്റുക. അതുപോലെ തന്നെ അമിതമായിട്ട് ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സൊന്നും പ്രിസ്ക്രൈബ് ചെയ്യാതെ തന്നെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ധാരാളമായിട്ട് പോളിഫിനോൾസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഉപയോഗിക്കുന്ന ബെറീസൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക.